നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ലോകശ്രദ്ധ പിടിച്ചുപറ്റിയ മറ്റൊരു ഗൾഫ് രാഷ്ട്രമായി മാറുകയാണ് ഖത്തർ. യുഎഇക്ക് പിന്നാലെ ഖത്തറും അങ്ങനെ ഫിഫ വേൾഡ് കപ്പ് എത്തിയതോടെ പൊടി പൊടിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. മതിലുകളെല്ലാം ഭേദിച്ച് പിണക്കങ്ങളെല്ലാം മറന്ന് എല്ലാവരും ഖത്തറിലേക്ക് ഓടിയെത്തി. ഖത്തറിന് എന്ത് സഹായം വേണമെങ്കിലും ചെയ്യാൻ സൗദി തയ്യാറായപ്പോൾ ഇതാ സർപ്രൈസ് വിസിറ്റുമായി യുഎഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ രംഗത്തെത്തി. യുഎഇ പ്രസിഡന്റായി അധികാരമേറ്റ ശേഷം ആദ്യമായി ഖത്തറിലെത്തിയ അദ്ദേഹത്തിന് ഊഷ്മള വരവേൽപ്പാണ് ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനി നൽകിയിരിക്കുന്നത്. തിങ്കളാഴ്ച രാവിലെ ഹമദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തിയ യുഎഇ പ്രസിഡന്റിനൊപ്പം പ്രതിനിധി സംഘത്തെയും സ്വീകരിക്കാൻ ഖത്തർ അമീർ നേരിട്ട് വിമാനത്താവളത്തിലെത്തിയിരുന്നു. യുഎഇ പ്രസിഡന്റിനെ ഗാർഡ് ഓഫ് ഓണർ നൽകി സ്വീകരിച്ച ഖത്തർ വലിയ പ്രാധാന്യമാണ് സന്ദർശനത്തിന് നൽകിയത്. യുഎഇ ഖത്തർ ദേശീയ ഗാനങ്ങൾ ആലപിച്ച് സംഗീത ബ്രാൻഡും സ്വീകരണ ചടങ്ങിന് കൊഴുപ്പേകി. അമീറിന്റെ കൊട്ടാരമായ അമീരി ദിവാനിൽ ഔദ്യോഗിക ചർച്ച നടത്തി. യുഎഇ പ്രസിഡന്റിനെയും പ്രതിനിധി സംഘത്തെയും സ്വാഗതം ചെയ്ത അമീർ യുഎഇയുടെ 51ാമത് ദേശീയ ദിനത്തിൽ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനെ അഭിനന്ദിക്കുകയുണ്ടായി. ഈ സന്ദർശനം രണ്ട് സഹോദര രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണത്തിനും സാഹോദര്യത്തിനും ശക്തി പകരാൻ സഹായിക്കുമെന്നും അതിനെ വിശാലമായ തലത്തിലേക്ക് നയിക്കുമെന്നും പ്രതീക്ഷിക്കുന്നതായി ഖത്തർ അമീർ വ്യക്തമാക്കി. അതോടൊപ്പം തന്നെ ആദരസൂചകമായി അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനി യുഎഇ പ്രസിഡന്റും പ്രതിനിധി സംഘത്തിനും ഉച്ചഭക്ഷണ വിരുന്നും സംഘടിപ്പിക്കുകയുണ്ടായി. ഫിഫ ലോകകപ്പിന് ഖത്തർ ആതിഥേയത്വം വഹിച്ചതിനും വിജയകരമായ അന്താരാഷ്ട്ര ഫുട്ബോൾ മാമാങ്കം സംഘടിപ്പിച്ചതിനും ഖത്തർ അമീറിനെ യുഎഇ പ്രസിഡന്റ് അഭിനന്ദനം അറിയിച്ചു. അതോടൊപ്പം തങ്ങൾക്ക് നൽകിയ ഊഷ്മളവും ആദരവുമായ ആതിഥ്യത്തിനും അമീറിനോട് യുഎഇ പ്രസിഡന്റ് നന്ദിയും അറിയിച്ചു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാഹോദര്യ ഉഭയകക്ഷി ബന്ധത്തെക്കുറിച്ചും വിവിധ മേഖലകളിൽ ആവശ്യപ്പെടുന്നതിനുള്ള വഴികളെക്കുറിച്ചും കൂടിക്കാഴ്ചയിൽ ഇരു രാഷ്ട്ര നേതാക്കളും ചർച്ച ചെയ്തതായി ഖത്തർ ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തു. അതോടൊപ്പം പ്രാദേശിക അന്തർദേശീയ സംഭവ വികാസങ്ങൾ അവലോകനം ചെയ്യുകയും മേഖലയുമായി ബന്ധപ്പെട്ട പൊതുവായ ആശങ്കകളെക്കുറിച്ച് ആശയവിനിമയം നടത്തുകയും ചെയ്തതായും വാർത്താ ഏജൻസി അറിയിക്കുകയുണ്ടായി. അമീറിന്റെ വ്യക്തിഗത പ്രതിനിധി ഷെയ്ഖ് ജാസിം ബിൻ ഹമദ് അൽ താനി, ഉപപ്രധാനമന്ത്രി വിദേശകാര്യമന്ത്രിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽ താനി, അമീരി ദിവാൻ മേധാവി ഷെയ്ഖ് സൗദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽ താനി, ഷെയ്ഖ് കുമാർ, മന്ത്രിമാർ തുടങ്ങിയവരും ചർച്ചയിൽ പങ്കെടുക്കുകയുണ്ടായി. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.